ഹലോ. അപ്പോൾ ഞാൻ ഇന്ന് ഒരു അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ബിഗിനേഴ്സിനൊക്കെ വളരെ ഹെൽപ്ഫുള്ളാവുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടോളൂ. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ 2 കിലോ ചിക്കനാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അത് നല്ല വൃത്തിയായി കഴുകിയെടുക്കുന്നുണ്ട്. ചിക്കൻ മസാല തിരുമ്മി വെക്കുന്നതിനായിട്ട് കഴുകിയെടുത്ത ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില, മുളക് പൊടി, നാരങ്ങാ നീര്, ചിക്കൻ മസാല എന്നിവയിട്ട് നല്ലതുപോലെ ഒന്ന് തിരുമ്മിയെടുക്കുന്നുണ്ട്. ചിക്കൻ വേവിച്ചെടുക്കുന്നതിനായിട്ട് മസാല തിരുമ്മി വെച്ച ചിക്കനിലേക്ക് ആവശ്യമായത്ര വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഇനി സ്റ്റൗ ഓണാക്കിയ ശേഷം അതിലേക്ക് ചീനച്ചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചട്ടി ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായത്ര കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ചിക്കൻ വെന്ത് കിട്ടിയിട്ടുണ്ട്. സവാള നല്ലതുപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പൗഡേഴ്സാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാലപ്പൊടി എന്നിവ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അടുത്തത് ആവശ്യമായ തക്കാളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതിനായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മസാല റെഡിയായി വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ട് അല്ലേ. ഇനി ഇതിലേക്ക് കുറച്ചുകൂടി ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് വെള്ളം ആഡ് ചെയ്ത് മസാല നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വെന്ത് കിട്ടിയ ചിക്കനാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ചിക്കനിലേക്ക് മസാലയൊക്കെ നന്നായി പിടിക്കാൻ വേണ്ടിയാണ്. ഇനി ഇതിലേക്ക് കുരുമുളക് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടിയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ആവശ്യമായത്ര വെള്ളം കൂടി നമുക്ക് എത്രയാണോ ചാറ് ആവശ്യം അതിനനുസരിച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ചിക്കൻ കറി ഏകദേശം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. എന്താ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആഹാ, കാണാൻ തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ ബിരിയാണിയും കൂട്ടി ചിക്കൻ തട്ടിയിട്ടോ. സംഭവം കൊള്ളായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.